സന്ധ്യ രാവിൻ്റെയും പകലിൻ്റെയും പകലിൻ്റെയും രാവിൻ്റെയും സംഗമചാതുരിയാണവൾ. ഇന്നത്തെ ഈ പ്രഭാതസന്ധ്യയിൽ പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങകൾ പെറുക്കിയെടുത്ത് ഭരണിയിലിട്ട് ഉപ്പും മുളകും തൂവി അടച്ചു ഭദ്രമാക്കി പിന്നേക്കെടുത്തു വയ്ക്കാൻ ആർത്തി അനുവദിച്ചില്ല. തിന്നു തീർത്തു മുഴുവനും ഒറ്റയിരുപ്പിൽ. സത്യമിതാണ്, വായനയെന്ന നല്ല ശീലം പ്രീ ഡിഗ്രി കാലഘട്ടത്തെ റെക്കോർഡ് വരയ്ക്കുള്ളിൽ മറവു ചെയ്തതായിരുന്നു. അടുത്ത കാലത്ത് ആ കല്ലറ പൊളിച്ച് പ്രിയപ്പെട്ടവരുടെ വിരലിൽ എണ്ണാവുന്ന പുസ്തകങ്ങൾ വായിച്ചിരുന്നു, അതും ഒരുപാട് ദിവസങ്ങളെടുത്ത്. ആമിയുടെ ഒരു പുസ്തകം പോലും ഈ നിമിഷം വരെയും വായിക്കാതെ സുഹൃത്തുക്കളുടെ നിരൂപണങ്ങളിലൂടെ മാത്രം ആമിയെ അറിഞ്ഞ് അവരെക്കുറിച്ച് എഴുതിയിട്ടുള്ള എനിക്ക് വായനക്കാരി എന്നത് ഒട്ടും ചേരുന്ന വിശേഷണമല്ല. വളരെ ഖേദത്തോடு തന്നെയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെയുള്ള ഞാൻ ഈ തോരാമഴയും ആസ്വദിച്ച് പൂമുഖത്തിരുന്ന് ശ്രീമതി സന്ധ്യാവാസുവിൻ്റെ കണ്ണിമാങ്ങകൾ എന്ന കഥാസമാഹാരം വായിക്കാനൊരു ശ്രമം നടത്തി. മഴയുടെ ദ്രുതതാളം, വായനയുടെ ലഹരി, ഇതിലേതിനാണ് വീര്യമെന്ന് സംശയം. പക്ഷേ രണ്ടും ഒരുപോലെ ഗൃഹാതുരത്വം ഉണർത്തുന്നവയായിരുന്നു. കണ്ണിമാങ്ങകൾ പേരുപോലെ തന്നെ നാട്ടിൻപുറത്തിൻ്റെ രുചിവിഭവമാണ്. അച്ചാറിൻ്റെ രൂപത്തിൽ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ടെങ്കിലും മണ്ണിൻ്റെ മണം, ഇലത്താളത്തിൻ്റെ സൗമ്യത, വയലേലകളുടെ ചാരുത, കാവിൻ്റെ വന്യതയും വശ്യതയും, നിഷ്കളങ്കതയുടെ വിശുദ്ധി, നിസ്സഹായതയുടെ നീരൊഴുക്ക്, ചോർന്നൊലിക്കുന്ന കുടിലിൽ റാന്തൽ വെളിച്ചത്തിൽ പിഞ്ഞാൺ പാത്രത്തിലെ ചൂടുകഞ്ഞി, പ്ലാവിൻ ഇലക്കൊമ്പിളിൽ കോരിക്കുടിക്കുന്ന ഉന്മാദം, സന്ധ്യയുടെ കഥകളിലൂടെ ഞാനെന്ന വായനക്കാരിയാക്കിയ നിമിഷങ്ങളിലൂടെ കടന്നുപോയത് ഈ വികാരങ്ങളുടെ ചൂരും ചൂടും അനുഭവിച്ചാണ്. സാഹിത്യത്തിൻ്റെ അതിപ്രസരമില്ലാതെ, ഏച്ചുകെട്ടലുകളും അതിരു കവിഞ്ഞ പിരിമുറുക്കങ്ങളുമില്ലാതെ, ശുദ്ധ സംഗീതത്തിൻ്റെ ലാളിത്യം പേറിയ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ ആഴങ്ങളിൽ മണിച്ചിത്രത്താഴിട്ടു പൂട്ടിയ ഒരു കാലഘട്ടത്തിൻ്റെ ഗൃഹാതുരത്വത്തിൻ്റെ താക്കോൽ കൂട്ടമാണ് സന്ധ്യയുടെ കണ്ണിമാങ്ങകൾ. ആശംസകൾ സന്ധ്യ. പുസ്തക നിരൂപണം വശമില്ല എനിക്ക്. മനസ്സിൽ തോന്നിയത് കുറിച്ചു, അത്രമാത്രം. അപ്സര ആലങ്ങാട്ട്.